ഹായ്, ഇന്ന് ഞങ്ങളൊരു റിസപ്ഷന് പോവാം കേട്ടോ. അപ്പോൾ റിസപ്ഷന് പോകാൻ ആദ്യം തന്നെ മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയേ. ഇതാ അല്ലു ഒരുങ്ങിന്ന്, പക്ഷേ അമ്പാടി പോരുന്നില്ല. ഒരുങ്ങുന്നേ ഉള്ളൂ, അമ്പാടി പോരുന്നില്ല. അമ്പാടീനെ എൻ്റെ വീട്ടിലാക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് റിസപ്ഷന് പോകുന്നത്. കാരണം അമ്പാടി ഒന്നും തിന്നൂല, അതുകൊണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളെയും തിന്നാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ ഏട്ടനായിട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഏട്ടൻ വീഡിയോ അല്ല ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ട് മുടിയും ഇതൊക്കെ നന്നാക്കുക. ഞാൻ പറഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെയാണ് കല്യാണം കഴിഞ്ഞ് നടന്നതെങ്കിലും റിസപ്ഷൻ നടക്കുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ എൻ്റെ വീടെത്തിട്ടോ. ഈ ഒരു ഓഡിറ്റോറിയം A4 സെലിബ്രേഷൻ ഹാളാട്ടോ അത്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചതാ. അല്ലു നടന്നു വരുന്നത്. ഇവിടെ ഒരു കനാലാട്ടോ. ഈ ചെക്കനാണ് ആ കനാലിൽ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞ് ചളി അതിലേക്ക് വീണുണ്ടെങ്കിൽ എന്നെ അവിടെ നിർത്തും, ഞങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ വേണ്ട പോന്നു. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കൊണ്ടിരിക്കുക. പരിചയമുള്ള ആരെയും കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ നേരത്തെ പോന്നു. അപ്പോൾ എന്താ പറയുക, നെയ്ച്ചോറും ചിക്കൻ കറിയാണ്, പിന്നെ വെള്ളപ്പം, ചപ്പാത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെല്ലാം ഓരോ ഐറ്റംസായിട്ട് വാങ്ങി. പിന്നെ ഞങ്ങൾ താഴെ ഫുഡായിരുന്നു. മുകളിലാണ് പെണ്ണും ചെക്കനും ഇട്ടുള്ളത്. ഏട്ടൻ്റെയും അനിയൻ്റെയും കല്യാണം. അപ്പോൾ ഞങ്ങൾ ആദ്യം താഴത്തെ പരിപാടി ഫുഡ് അടി കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ കയറി. അപ്പോൾ മേലെ നിന്നുള്ള വ്യൂ ആണ് ഇത് ഞങ്ങൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു കല്യാണം തിങ്കളാഴ്ചയും ഒരു കല്യാണം ബുധനാഴ്ചയാണ് നടന്നത്. അപ്പോൾ എന്നിട്ട് രണ്ടിൻ്റെയും കൂടി റിസപ്ഷൻ ബുധനാഴ്ച വെച്ചു. അപ്പോൾ ഇവനിതാ ഇവിടെ എത്തിയപ്പോൾ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കൂടെ ഓടി നടക്കുക. അപ്പോൾ ഒരു ചെക്കനും പെണ്ണാണിത്, വേറൊരു ചെക്കനും പെണ്ണും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെണ്ണിൻ്റെ മുഖം കാണാൻ വേണ്ടി നിന്നിട്ട് ആ പെണ്ണും ചെക്കനും ഇങ്ങോട്ട് തിരിയുന്നേ ഇല്ല. കുറേ നേരം നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ആണെങ്കിലോ ഇവൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇവനെ ഓടിക്കളിക്കാൻ തുടങ്ങി. കസാര എടുത്ത് തട്ടിക്കിടലോ, അങ്ങനത്തെ കുറേ പരിപാടി. അപ്പോൾ അത് ഏട്ടൻ തൂക്കിയെടുത്ത് കൊണ്ടുവരിക. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ വേഗം പോര്, നമുക്ക് പോവാറുണ്ട്. പിന്നെ വീട്ടിൽ പോയി അമ്പാടീനെ കൂട്ടി